ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു ആൺകുട്ടിയുടെ ബർത്ത് ടു ഡെത്ത്, അതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പൊ അതേ നമ്മൾ ആൺകുട്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ആ പാമ്പ് ഇങ്ങനെ പോയി ദൈവം ഇതെന്നുണ്ട്. ഗുഡാണ്. ഓ, അത് അങ്ങാക്കണോ? 10 കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ആരെ വേണം? നമുക്ക് ഈ കൊച്ചാകാം. പേരെന്നെ കൊടുക്കണ്ടേ? ഗെയിമർ തന്നെ കൊടുത്തേക്കാം. ഗെയിമർ കൊടുത്തിട്ടുണ്ട്. ഓ, നമ്മൾ ഒരു വയസ്സിലോട്ട് ഇങ്ങനെയാണോ? അയ്യ, അങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഓരോ വയസ്സിലും നമ്മൾ പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ വയസ്സിൽ എന്താണ് നമുക്കുള്ളത്? ഏതൊരു അച്ഛന്റെ അടുത്തോട്ട് പോവോ? നമുക്ക് അമ്മ കൊടുക്കാം അല്ലേ? അമ്മ കൊടുക്കാം. അയ്യേ, ഇതിനായിരുന്നു. ഇപ്പൊ അച്ഛനും കൊടുത്തതിന് തെറ്റിയാനായിട്ടോ. പിന്നെ സെക്കൻഡ് വയസ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓ, ഇതെന്നാ? പോണോ? ഓ, പോണം. പോ. യോഗ, നമ്മളെത്തി. അപ്പൊ നമ്മൾ 3-ാം വയസ്സിലോട്ട് കടന്നിരിക്കുകയാണ്. എഴുന്നേറ്റ് അല്ലേ? ഓ, നമ്മളത് ഇതൊക്കെ ഇട്ട് സെറ്റ് ആയി. നമ്മള് ചീളയാക്കണ ഗെയിമർ. നമുക്ക് വയസ്സ് എടുത്താലോ? ടോയ്ലറ്റ്, ദാറ്റ് ഈസ് മൈ അംബിഷൻ. ഗെയിമർ. അടിച്ചു പൊട്ടിക്കും. ഞാൻ തന്നെ ചെയ്യണേ. ഒന്നും ഞാൻ പിന്നെ വെച്ച് തരാം. പ്ലീസ് ഒന്ന് പോ ഹരി. അമ്മ ഇവനെ വിളിച്ചോണ്ട് പോവോ? നീ ഇനി കുറച്ചും പോയി വേറെ എന്താ അച്ഛനോട് സംസാരിച്ചോ പോയി. ഇനി ഞാൻ ഇതൊന്ന് കഴിയട്ടെ. ഒന്ന് പോ. ഹരി പറ്റില്ല, ഒന്ന് പറയണ മനസ്സിലാക്ക്. അരി കുറച്ചേരം കഴിഞ്ഞിട്ട് വച്ചുതരാം പ്ലീസ്. ഇത് കഴിഞ്ഞിട്ട്, ഈ വീഡിയോ കഴിഞ്ഞിട്ട്. നീ കുറച്ചേരം പോയി ടി വി ഉണ്ടോ? അതാ ടി വി ഉണ്ടോ പോയി? അരി ഒന്ന് കൊണ്ടോ കളഞ്ഞ നിന്റെ മോതക്കുറ്റി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോ നമുക്കത് ക്ലീൻ ചെയ്യാം. നമ്മൾ ഗെയിമർ ആയതുകൊണ്ട് നമ്മള് ഗെയിമൊക്കെ ചെയ്യണ പോലെ ശരിക്കും ഗെയിമിലാണ്. എന്നാലും നമ്മളൊരു നോട്ട് ചെയ്യാണ്ട് എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവൻ പറയുന്നത് എന്റെ മനസ്സിലെ. കുഴപ്പമില്ല. ആണെങ്കിൽ നിർത്താട്ടോ, ഡണ്ണെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കാം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കുറച്ചെങ്കിലും അത്യാവശ്യം. എങ്ങനെയാണ് ഇത്ര ആയത്? ഞാനാണോ ഇവിടെ നിന്ന് ചെയ്യാൻ ചോദിച്ചുണ്ട്. നമുക്ക് 100% കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്, ഡൺ. കൊടുത്തു. ഒരു ഡയമണ്ട് കിട്ടി. അപ്പൊ ഗൈസ്, നമ്മള് വന്നേക്കുവാണ് ഒരു ട്രിപ്പിന്. അപ്പൊ നമുക്ക് ജോയിൻ തന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. നമുക്ക് ഫിഷിങ് കൊടുക്കാം. ഫിഷിംഗ് ആണ് എനിക്കിഷ്ടം. എനിക്ക് ഗെയിമറിന്റെ ഒപ്പം എനിക്ക് ഫിഷിങ്ങും അതുപോലെ തന്നെ ഇഷ്ടമാണ്. ഈ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിടാം.
ഓ, അവരുടെ കൂടെ കളിക്കാനായിരുന്നു അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. ഡയമണ്ട് ഒപ്പിച്ചിട്ട് ചെയ്യട്ടെ. വേണ്ട, ഡയമണ്ട് ഉപയോഗിച്ച് ചെയ്യണോ? ഞാൻ ഷോർട്സ് കണ്ടിട്ടുണ്ട് ഈ സാധനത്തിന്റെ. ഡയമണ്ട് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പം തെറ്റായി പോകും. ടേണിങ് ആണല്ലോ. നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അകത്ത്? പൊട്ടൽ. ഓ, ടാഗ് എവരിവൺ. കളിക്കാം. പിടിച്ചു പിടിച്ചു. നമ്മൾ സീനാണ് മോളൂസേ, മുട്ടാ നിക്കല്ലേ. പിടിച്ചു. നീ ഇവള് കുറച്ച് ഓവർ സ്മാർട്ട് ആവണ്ടോന്നൊരു സംശയം. അപ്പൊ നമ്മൾ 9 വയസ്സായ ഒരു നല്ല കുച്ചായിരിക്കുന്നു. രാത്രി ഹാലോവിനാന്ന് തോന്നുന്നു. ഓ, ബനാന ഓർ ക്ലൗൺ. നമുക്ക് ക്ലൗണ് വിട്ടു പോവാം. ഈ ഹലോവിന്റെ ഇവർക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഓ, നമ്മളെങ്ങനെ ഇട്ട് നടന്നു ഒന്നുമില്ലാത്ത നമ്മളെ ഇടിച്ചിട്ട് പിന്നാക്കിയതെന്ന് തോന്നിട്ട്. അയ്യോ, ഫെയിൽഡായി. അപ്പൊ നമുക്ക് ഒന്നോടെ കളിക്കണം എന്ന് തോന്നുന്നു. അപ്പൊ ഒന്നോടെ നോക്കാം. അപ്പൊ നമ്മള് ബനാനയാണ് ആവേണ്ടത്. അല്ല, ബനാന ആയാലും അവൻ കാണിക്കാന്ന് ഞാൻ ആലോചിക്കുന്നത്. ബനാന ഇപ്പൊ എന്തോ നോക്കൂ. ഇപ്പൊ കാണുമ്പോ നമുക്ക് ഓ, ഇവള് സ്ട്രോബെറി. നമ്മള് ഈ സമയത്ത് അവന് വരാന്തേ കൂടെ നടക്കാൻ പറ്റില്ല. അല്ല, വരാന്തേ പോട്ടെ, ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റില്ല. നമുക്ക് സ്പൂക്കി ആയിക്കോട്ടെ. കുറച്ചുകൂടെ പേടിപ്പെടുന്നു. അവിടെ നിന്ന് കൂടുതൽ ചോക്ലേറ്റ് കിട്ടണം. എനിക്കറിയാം. അയ്യോ, പേടിച്ചു. ചോക്ലേറ്റ് ഇട്ട് പോയേക്കാം. അപ്പൊ നമ്മള് 10ാം വയസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഓ, നമ്മളെ ഞാൻ 10ാം വയസ്സിൽ ഞാൻ കറന്റ് 10ാം വയസ്സാട്ടോ. കുറച്ചുകൂടെ ഇതാവാം. നമ്മളെ അടിച്ച് പൊളിച്ച് അല്ല കൊച്ചു കുട്ടിയാണ്. ഓക്കെ, 11 വയസ്സായി. കാറ് കഴിക്കാൻ ഗ്രാഫിക്സ് ആണ്. ഓക്കെ, അടുത്ത് അതൊക്കെ മതി. എനിക്ക് നമ്മുടെ ചാനൽ തുടങ്ങാണോ? മതി 13 അല്ല 12. 2 ടേണിംഗ് പോയിന്റ് ഉള്ളു. നോക്കാം ഏതാ കിട്ടും. ഓ, വേൾഡ് പീസ്. ഗോഡ് ഡെഡിന്റ് എക്സിസ്റ്റ്. നമുക്ക് വേൾഡ് പീസ്. നമ്മൾ നല്ലൊരു കച്ചവടമാണ് ഈ ഒരു ഗെയിമിൽ. നിങ്ങക്ക് ആ പട്ടിയുടെ സൗണ്ട് കേൾക്കണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. നമ്മള് പൊക്കം വെച്ചു. പൊക്കമല്ല, ഒരു കോട്ടും കിട്ടി. നമ്മള് കോളേജ് മിഡിൽ സ്കൂൾ നമ്മള് എന്ന് ഞാൻ പറയുന്നു. അറിയില്ല കേട്ടോ.
കീപ് വാക്കിംഗ് ഫൈറ്റ്. നമുക്ക് ഫൈറ്റ് ചെയ്താലോ? സ്കൂളായതുകൊണ്ട് ഫൈറ്റ് ഒക്കെ വേണം. അതെ, ഫൈറ്റ്. ഇതാണോ അല്ല പിന്നെ മൊടയാണോ? ബീജം പോട്രാ. നമുക്കതേ ഒരു പെണ്ണും സെറ്റായി. അടിപൊളിയായി. അതേ അടുത്തത് റീച്ച്. ഓക്കെ, ടാസ്ക് കേട്ടോ. അത് വേഗം പോണത്തിന് നിർബന്ധമുണ്ടോ? ആരെയും മുട്ടില്ല. ഓ, പറഞ്ഞു ആവടത്തില്ലല്ലോ. എന്താ നമ്മള് കൊണ്ടൊക്കെ കരാട്ടോ അടിക്കല്ലേ. ഇത് മാറിയില്ലേ? ജപ്പാന്റെ അതെ നമ്മൾ ഗോ ടു സ്കൂള്, സ്കിപ്പ് സ്കൂള്, സ്കിപ്പ് സ്കൂൾ. ഇതിലെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കട്ടിലോട്ട്. നമ്മള് ജോലിയൊക്കെ പോകും. ശരി, പോവായിരിക്കും കേട്ടോ. 20-ാം വയസ്സ് അല്ലേ? 20. ഈ കോളേജിലുണ്ട്. അല്ല, 20 കണ്ട. നമ്മളിവിടെ എന്താണ്ട് പറഞ്ഞോണ്ടിരിക്കും. ഓ, ജമ്പിന് 3 ഇത് കൊടുക്കണം. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് ജമ്പ്. അവള് ജമ്പ് ചെയ്യാൻ പോവാ. അവരടിച്ചു വിളിക്കാം. ഓ, നമ്മള് നമ്മളും കളിക്കും. ഇല്ലെങ്കി ഇട്ടിട്ട് പോവും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ 20 വയസ്സായി. ഓക്കെ, 20 വയസ്സിൽ എന്തോരം ട്രെയിനിങ് ആണത്. അത് ഏതാ എടുക്കണേ? ഓ, നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ആ പെണ്ണൊക്കെ പോയിട്ടു. സോഷ്യൽ മീഡിയയില് ചെയ്യാൻ പോണ ഇനി. ഓഹോ, അയ്യേ കൊള്ളു. പറയാണ്ട് പോലും പിടിച്ചു. ഓ, ഇത് കുഴപ്പമില്ല. ഇതിന് ഓക്കെ സെറ്റ്. ആർ യു ഷുവർ എന്ന് വെച്ചാൽ മറ്റേ ഇതുവല്ലോ ആണോ? ആയിരിക്കും, എന്താണെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് നേരെയുള്ള പാത്താട്ടോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ 21-ാം വയസ്സിലോട്ട്. ഓ, അവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഡൗൺലോഡിങ് ലെവലാ. ഓ, നമ്മള് നെറ്റ് ഓൺ ആക്കണോ? എല്ലാം ഓൺ ആക്കിട്ടേക്കാം. ഇട്ടോട്ടെ. ഇവിടെ നെറ്റ് ഉണ്ട്. ഈ പരസ്യം ആയി. ഡൗൺലോഡിങ് ലെവലൊന്നും ആയില്ലേ? എനിക്കിതേ അത്യാവശ്യത്തിന് നെറ്റ് ഉണ്ട്. 16, 21, 100 ആയിരിക്കുന്നു. നമുക്ക് 25-ാം വയസ്സിൽ നമ്മളെ അടിച്ചു പൊളിച്ചോണ്ട് നമ്മുടെ പൈസ ഇല്ലാത്തതാണ് നമ്മളെ ഇതാണ് മേടിക്കുന്നത്.
Branca! You faja! അവളെന്നിട്ട് ഫക്കെന്നാണോ പറഞ്ഞത്? Oh. എന്തായാലും പോയേക്കാം. Woohoo! അപ്പൊ നമ്മളത് ഈ പരസ്യം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നാളെ ഇടാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമല്ലേ, ഒന്ന് സബ്സ്ക്രൈബ്. ബൈ ബൈ, ടാറ്റ, സീ യു ലേറ്റർ, ഗുഡ് ബൈ.